ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൈരളി ടി വിയിലെ ഒരു ഉദ്യോഗസ്ഥനായ ശ്രീമാൻ PA ഫൈസലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആലുവായിൽ ഫിയാമ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഷെമിത ഫൈസലും ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് വയലോരം ഫിഷ് ആൻഡ് വെജിറ്റബിൾ ഫാം. ആലുവയിലെ അവരുടെ വീട്ടുമുറ്റത്താണ് ഈ സംരംഭം. അക്വാപോണിക്സ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സംരംഭത്തിൽ ഒരു വർഷം 13.5 ലക്ഷം രൂപയുടെ മത്സ്യമാണ് വിറ്റുവരുന്നത്. കൂടാതെ പച്ചക്കറിയിൽ നിന്നുള്ള ആദായവും ഉണ്ട്. ഏതൊരു ദമ്പതികൾക്കും അവരുദ്യോഗസ്ഥരാണെങ്കിലും അല്ലെങ്കിലും മാതൃകാപരമായി അനുകരിക്കാവുന്ന ഒന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഫാം. നമുക്കേവർക്കും അതൊന്ന് വിശദമായിട്ട് കാണാം. കൊള്ളാം, നിങ്ങൾ നല്ലൊരു സംരംഭം കേട്ടോ. താങ്ക് യു സാർ. അതെ, നമ്മളിങ്ങനെ പറയൽ മാത്രമല്ല, ചെയ്ത് കാണിക്കണതിൻ്റെതായൊരു പ്രത്യേകതയുണ്ടല്ലോ. ഇതിപ്പോൾ എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇതിപ്പോൾ 2 വിളവെടുപ്പ് കഴിഞ്ഞ്. 2 വിളവെടുപ്പ് കഴിഞ്ഞില്ലേ? ഒരു ഇതിപ്പോൾ ആ ടാങ്കിന്റെ വലിപ്പം എത്ര? നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഫൈസലേ, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കാമോ? എങ്ങനെയാണ്? ഇതിപ്പോ 80,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പോണ്ടാണ്. 80,000 ലിറ്റർ വെള്ളം. നീളം വീതി പറഞ്ഞാൽ എത്രയാ? 7 മീറ്റർ നീളം, 6 മീറ്റർ വീതി, 6 അടി താഴ്ച. 7 മീറ്റർ നീളം, 6 മീറ്റർ വീതി, 2 മീറ്റർ താഴ്ച. അപ്പൊ അതിനകത്തൊരു ഏകദേശം 80,000 ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് നമ്മുടെ കണക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയത്. അതിൽ നമ്മൾ ഇട്ടേക്കുന്നത് 6,000 ഗിഫ്റ്റ് തിലാപ്പിയാണ്. അത് MPD വഴി എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം നമുക്ക് ഇറക്കാൻ പറ്റിയതാണ്. ഗിഫ്റ്റ് തിലാപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 6 മാസം കൊണ്ട് ഇത് 1 കിലോ ആവും എന്നാണ് ഫിഷറീസുകാരെ കണക്ക്. നമുക്കത് 1 കിലോ ഒന്നും ആക്കണ്ട, നമുക്കൊരു 3-4 മാസം കൊണ്ട് 400-500 ഗ്രാം ആക്കിയാൽ മതി. കാരണം ഒരു വ്യക്തി ഇവിടെ മീൻ വാങ്ങിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 1, 2, 3 മീനെങ്കിലും കിട്ടിയില്ല അവരെ കണ്ടെന്നറിയില്ല. അത് അംഗങ്ങൾ കൂടുതലുള്ള ഫാമിലീസ് ഒക്കെ അങ്ങനെയാണല്ലോ. ഈ ഇത്തരം ടാങ്കുകൾക്ക് ഈ 2 മീറ്റർ താഴ്ച എന്നുള്ളതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്? കാണുന്നിടത്തെല്ലാം എങ്ങനെ 2 മീറ്റർ? 2 മീറ്റർ ഞാൻ ആദ്യത്തെ മീനിട്ട സമയത്ത് തിലാപ്പിയയും നട്ടറും, അതായത് റെഡ് ആവോലി എന്ന് പറയും നമ്മുടെ നാട്ടില്. ഈ റെഡ് ആവോലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവൻ അടിത്തട്ടിൽ മാത്രം വളരുള്ളൂ. മോളി തട്ടിൽ നമുക്ക് ഗിഫ്റ്റ് തിലാപ്പിയനെ ഇടാം. അപ്പൊ ആ കുളത്തിന്റെ എല്ലാ ഭാഗങ്ങളും യൂസ് ചെയ്യുക എന്നുള്ളൊരു കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് പറയാൻ 2 തരം മീനെ നമുക്ക് വിൽക്കാൻ പറ്റും. ആദ്യത്തെ വിളവെടുപ്പിന് നട്ടർ, അതായത് റെഡ് ആവോലിക്ക് നമുക്ക് 300 രൂപ വെച്ച് അവിടെ കിട്ടിയത് വില. തിലാപ്പിയൊക്കെ 250 രൂപ വെച്ചും കിട്ടി. ഈ തവണ ഇട്ടേക്കെന്ന് പറഞ്ഞാൽ 6,000 ഗിഫ്റ്റ് തിലാപ്പിയ മാത്രമേ ഉള്ളൂ. ഇതിൽ ഏതൊക്കെ തരം മീനുകളെയാണ് ഇട്ട് വളർത്തുന്നത്? അതിൽ ഏതൊക്കെയാണ് നമുക്ക് വേഗത്തിൽ വലുതായി കിട്ടുന്നത്? ഗിഫ്റ്റ് തിലാപ്പിയും പെട്ടെന്ന് വലുതാവും. ഈ നട്ടർ എന്ന് പറഞ്ഞ മീനും. നട്ടർ പക്ഷെ അപ്പൊ ആണും പെണ്ണും എല്ലാം ഉണ്ടാവും. പക്ഷെ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരുടെ അടിത്തട്ടിൽ അവര് ഭക്ഷണം എടുക്കാൻ നേരത്ത് മാത്രമേ മുകളിൽ വരുള്ളൂ, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ തമ്മിൽ നിങ്ങൾ ഉപദ്രവം വല്ലതും? ഒന്നുമില്ല. ഭക്ഷണം കറക്റ്റ് നമ്മൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ വീക്കായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ചിലപ്പോൾ തട്ടി തിന്നും. ഈ നട്ടർ കൂടുതൽ ഫാസ്റ്റ് അല്ലേ? ഫാസ്റ്റ് ആണ്. അത് എടുത്തുകൊണ്ട് പോലും അത് എടുത്തോണ്ട് പോകും. കാരണം നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കാണാം, ഒരു ഇടി താഴ്ത്തുനിന്ന് ഇടിച്ചാൽ തിലാപ്പിയൊക്കെ ഒരു സൈഡിലേക്ക് തെറിച്ചു പോകും. കാരണം ഒരു ഡിപ്രഷൻ പിടിച്ച ഒരു മീനിന്റെ കൂട്ടാണ് അത്. കണ്ടിന്യൂസ് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവൻ പെട്ടെന്ന് വലുതാവും, കാരണം തീറ്റ നന്നായിട്ട് എടുക്കുന്നതായിരുന്നു.
വേറെ പിന്നെ ഞാൻ കരിമീനെ കുറച്ചിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് അത് 50-100 ഗ്രാമൊക്കെ ആവുന്നുള്ളൂ. ഇവരാണ് നല്ല വലുതാവുന്നത്. ഇതില് ഇങ്ങനെ വളർത്താവുന്ന മീനുകൾ വേറെ ഏതൊക്കെ? തിലോപ്പിയ, നട്ടർ, പിന്നെ റോഹു, കട്ട്ല, ഗ്രാസ് കാർപ്പ്, അതെല്ലാം വളർത്താം. കാരിയെ വളർത്താം, മുഴിയെ വളർത്താം, എന്തിനേനും വളർത്താം. കാരണം ഈ സിസ്റ്റം നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം അത്ര പക്കയായിട്ട് ചെയ്തേക്കുന്ന കാരണം ഈ കുറഞ്ഞ സ്ഥലത്തുനിന്ന് കൂടുതൽ വിളവ് നമുക്ക് കിട്ടാൻ ഒരു സാഹചര്യമുണ്ട്. ഈ പലയിടത്തും കണ്ടിരിക്കുന്ന എയറിന്റെ ട്യൂബുകൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കിടക്കുന്നതായിട്ട് ഇവിടെ അത് കാണുന്നില്ല. അത് നമുക്കൊരു തടസ്സമാണ്. കാരണം ആളുകൾ ഇപ്പോൾ 2-3 പേര് വാങ്ങിക്കാൻ വരുമ്പോൾ 3 ചൂണ്ടയൊക്കെ ഇടണമെങ്കിൽ ഈ ട്യൂബുകൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ അതുമല്ല ഈ കാറ്ററിംഗ് സർവീസുകാരെ 100 കിലോ 50 കിലോ വാങ്ങിക്കാൻ വരുമ്പോൾ നമുക്ക് ചെറിയ നെറ്റിട്ട് പിടിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ എയർ ഒരു സൈഡിലേക്ക് മാറ്റി അടിയിൽ കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ സൈഡിൽ മാത്രമാണ് ഒരു 12 എയർ മൊത്തം കൊടുത്തേക്കുന്നത്. അത് അടിയിൽ പൈപ്പിട്ട് ലെയർ ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്ന് വെള്ളം ചാടുന്ന കാരണം ഇവിടെ ഓക്സിജന്റെ ഒരു അളവുണ്ടാവും. അതായിരിക്കുന്നത് അതിനകത്താണ്. അത് എത്രയുടെ ബ്ലോയർ? അത് 80 HP എന്ന് പറയും. അതായത് ചൈന കമ്പനിയാണത്. നമ്മുടെ ഇന്ത്യയിൽ അത് സംഭവം ഇറക്കിയിട്ടില്ല. ചൈനക്കാരാണ് എല്ലാ സംഭവവും. ഗ്യാരണ്ടി ഒന്നുമില്ല, പക്ഷെ കംപ്ലൈന്റ് ഒന്നുമില്ല. എന്ത് വിലയാവും അതിന്? അന്ന് വാങ്ങിച്ചപ്പോ 4500 ആ വിലയൊക്കെ ഉള്ളൂ. അത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് വർക്ക്. അത് മാത്രം ഇൻവെർട്ടറിൽ നിന്ന് കൊടുത്തേക്കാണ്. കാരണം ഇനിയിപ്പോൾ നമ്മൾ സ്ഥലത്തിൽ എവിടെയെങ്കിലും പോയേക്കാണ് ഈ കറണ്ട് പോയാലും ഓക്സിജൻ മസ്റ്റ് ആയിട്ട് മീനിന് കിട്ടണം. വെള്ളം റൺ ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഓക്സിജൻ കാരണം മണ്ണായിട്ട് ബന്ധമില്ലാത്ത കാരണം ഓക്സിജന്റെ അളവ് കുറവായി. ഈ മീനുകളെല്ലാം തന്നെ വെള്ളത്തിൽ ഓക്സിജൻ ഉപയോഗിക്കുന്ന മീനാണ്. ഇല്ലേ? മറ്റേ നമ്മുടെ ഈ വാള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് മുകളിലൊന്ന് അനാബസ് അങ്ങനെയൊക്കെയുള്ള മീനാണ് മേളിലൊന്ന് എയർ എടുക്കുന്നത്. അതിനിപ്പോ എയർ കുറച്ച് നേരം കിട്ടിയില്ല എന്നൊരുത്തും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ മീൻ എന്തായാലും എയർ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. ഇതില് ഇപ്പൊ 1 ക്യൂബിക് മീറ്ററിന് എത്ര മീനോ വെച്ചായിരുന്നത്? അതായത് നമ്മളിപ്പോ അങ്ങനെയല്ല 1000 ലിറ്ററിന് 100 മീൻ എന്നുള്ളൊരു കണക്കാണ്. 1000 ലിറ്ററിന് 100 മീൻ, 10 ലിറ്ററിന് ഒരു മീൻ വെച്ചുള്ള കണക്കിലാണ് നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ പറ്റൂല. കാരണം തിക്ക് കൂടി പോകും. അത് കാരണം ഞാനൊരു 6000 മീനെ ഇത്തവണ ഇട്ടിട്ടുള്ളൂ. 6000 മീനാണ് ഇപ്പൊ ഇതിലിട്ടിരിക്കുന്നത്. 6000 മീൻ എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് 1 കിലോ ആവുന്ന മീൻ നമ്മൾ 4 മാസം കൊണ്ട് 1/2 കിലോ ആക്കിയാലും. ഇതിലിപ്പോ 1000 ലിറ്റർ വെള്ളം? 80,000 ലിറ്റർ വെള്ളം. 8000 മീൻ ഇടാം. 6000 ആണ് ഇട്ടിരിക്കുന്നത്. അത് മാക്സിമം ആയി പോകും 8000. തീറ്റ എന്തോരം കൊടുക്കും? ഈ 6000 മീനിന് എന്തോരം തീറ്റ കൊടുക്കേണ്ടി വരുന്നു? കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് അത് 1-2 മണിക്കൂർ ഇടപെട്ട് കുറേശ്ശെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു മീനിന്റെ തൂക്കത്തിന്റെ ഇത്ര പെർസെന്റേജ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ക്ലാസ് എടുക്കുമ്പോൾ പറയാന്നുള്ളൂ. മീനിന്റെ കുഞ്ഞുങ്ങളെ എന്നും എടുത്ത് നമുക്ക് വെയിറ്റ് നോക്കിയിട്ട് തീറ്റ കൊടുക്കാൻ പറ്റില്ല. ഇത് നമുക്ക് അറിയാൻ പറ്റാവുന്ന സിമ്പിൾ ആയിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് തീറ്റയാണ്. അപ്പൊ അവര് തിന്ന് വരരുത്, അത്രേ ഉള്ളൂ. ആ ഒരു ലെവലിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ റെഡിമെയ്ഡ് തീറ്റ മാക്സിമം ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യണം. ഞാൻ പറഞ്ഞപ്പോ മുരിങ്ങയില, ചേമ്പിന്റെ ഇല, ഈ പ്ലാന്റിലേക്കുന്ന എല്ലാ ഇലകളും അതെല്ലാം കൊടുക്കും ഇവർക്ക് കൊടുക്കുക. പിന്നെ ബാലൻസ് വരുന്ന ചോറ് കൊടുക്കുക. നമ്മളിതിന് ഇലയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഇലയിട്ട് കൊടുത്താൽ ഇട്ട് കൊടുക്കുന്ന ഇല മുഴുവനും തിന്നു? അത് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റേണ്ടി വരുമോ? ഇല്ല. എന്തിട്ടിപ്പോ സാറിനെ കാണിച്ചു തരാം. ചേമ്പലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു ഇല ഇവരെല്ലാരും കൂടി തമ്മിൽ ഉപദ്രവിക്കില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ആദ്യം ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ആദ്യത്തെ വിളവെടുപ്പിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യത് തിലാപ്പിയല്ലേ. തിലാപ്പിയ മുകളിൽ 80 രൂപയല്ലേ ഉള്ളൂ. ഇവിടെ 250 രൂപ പറഞ്ഞ് എങ്ങനെ വാങ്ങിക്കുന്നത്? മലയാളികൾക്ക് തിലാപ്പിയ ഒരു പകുതി പേർക്ക് ഇഷ്ടമല്ല. കാരണം ചെളിച്ചോവ ഉണ്ടാവും കെട്ടി കിടക്കുന്ന. ഇതിന് ചെളിച്ചോവയില്ല. ടേസ്റ്റുള്ള ആളുകൾ വന്ന് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മനസ്സിലാക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇതുവരെ. ഈ നട്ടറും തിലോപ്പിയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതെന്ന് പറഞ്ഞു. ഈ നട്ടറിന് ചിലത് ഈ കാലിത്തീറ്റയൊക്കെ തീറ്റയായിട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. കാലിത്തീറ്റ, കോഴിയുടെ എന്ത് സാധനം കൊടുത്താലും അവർ തിന്നോളൂ. പിന്നെ അതിനകത്തൊക്കെ എന്തോ ഒരു കെമിക്കലിന്റെ കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന് കാരണം യൂറിയ പോലത്തെ എന്തോ സംഭവമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പാലുണ്ടാവാൻ വേണ്ടി. അതെ തന്നെ. എന്താ പറയുക, ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ ഈ ഗിഫ്റ്റിന്റെ തീറ്റയ്ക്ക് എന്ത് വിലയുണ്ട് കിലോയ്ക്ക്? അതിപ്പോ ലാസ്റ്റ് സ്റ്റേജിലുള്ള തീറ്റയാണെങ്കിൽ 40 കിലോക്ക് 1350 രൂപ. പിന്നെ ഇതിനകത്ത് നമുക്ക് മാന്യമായിട്ടൊരു ലാഭം വേണമെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് തീറ്റ മാക്സിമം ഒഴിവാക്കുന്നു. ആദ്യത്തെ 1 മാസം പ്രോട്ടീൻ്റെ കണ്ടന്റ് ഉള്ള തീറ്റ കൊടുക്കുക. മീൻ ഒരുവിധം വലുതായി കഴിയുമ്പോൾ നമ്മളുടേതായ ചെറിയ തീറ്റ
ആദ്യം സ്റ്റാർട്ടർ പോലെ അത് ഒരു മാസം കൊടുക്കും. ഒരു മാസം, അതായത് 40% പ്രോട്ടീൻ്റെ കണ്ടന്റ് ഉള്ള തീറ്റയാണ്. ആ വളർച്ചയ്ക്ക് അത് ഉപകാരപ്പെടും. അത് കഴിഞ്ഞിട്ട് 0.8 എന്ന് പറഞ്ഞൊരു തീറ്റയാണ്. അതിൽ ഇത്തിരി വലിപ്പം കൂടിയത്, അത് 32 ആണ് പ്രോട്ടീൻ്റെ കണ്ടന്റ്. അത് കഴിയുമ്പോഴത്തേക്ക് മീൻ ഒരുവിധം എല്ലാ തീറ്റ എടുക്കാറായിട്ടുണ്ടാവും. നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഈ ഫിനിഷർ അങ്ങനെയുണ്ടോ കോഴിക്ക് കൊടുക്കുന്ന പോലെ പിടിക്കാറാകുമ്പോ വണ്ണം കൂടാനായിട്ട്? ഇല്ലില്ല, അങ്ങനെ ഒന്നും ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ്റെ കണ്ടന്റ് ഉള്ള ഒരു മാംസമാണ് ഇതിന്. കാരണം മുരിങ്ങയിലും പയറിൻ്റെയിലും നമ്മൾ പണ്ട് അതാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ചെലവില്ല, നമുക്ക് കിട്ടുന്ന സാധനം. നമ്മുടെ പറമ്പിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതെ. ഒരു ട്രിപ്പ് വിളവെടുക്കുമ്പോൾ നമുക്ക് എത്ര രൂപയുടെ, ഒരുമിച്ചല്ല വിളവെടുക്കണം, എന്നാലും അതിനൊരു കണക്ക് കാണുമല്ലോ, എത്ര രൂപയുടെ മീൻ നമുക്ക് കിട്ടുന്നുണ്ട്? എന്ത് നിരക്കിലാണ് മീൻ ഇവിടെ കൊടുക്കുന്നത്? ആദ്യത്തെ തവണ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 2,800 അടുത്ത് മീൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ 250 രൂപ വെച്ചാണ് അവിടെ വിറ്റത്. അത്യാവശ്യം പച്ചക്കറി നമുക്ക് നല്ല വരുമാനം കിട്ടി. കാരണം ആ സമയത്ത് ചെന്നൈയിൽ വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ പച്ചക്കറിക്ക് നല്ല വില കൂടിയ സമയമാണ്. ഈ തവണ അതുപോലെ തന്നെയാണ്. പച്ചക്കറി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? പച്ചക്കറി വെണ്ട, തക്കാളി, അച്ചിങ്ങ, കുക്കമ്പർ, ചുരക്ക, പീച്ചില്, പാവല്, പടവലം, വഴുതനങ്ങ, പച്ചമുളക്, പുതിന. പിന്നെ ആദ്യത്തെ തവണ മറ്റേ മല്ലിയില, പിന്നെ നമ്മുടെ സെലറി, ബ്രക്കോളി, ഈ വക സാധനങ്ങളൊക്കെ പരീക്ഷിച്ചായിരുന്നു. എല്ലാം നല്ല റിസൾട്ടായിരുന്നു. കാരണം ലിക്വിഡ് ടൈപ്പ് വളമായ കാരണം ചെടികൾക്ക് പെട്ടെന്ന് ആഗീരണം ചെയ്യാൻ പറ്റും. ഈ വെള്ളമല്ലേ ഉള്ളൂ, വേറെ ഒരു വളവുമില്ല. പിന്നെ ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ മണ്ണിര ഇട്ടിട്ടുണ്ട്, ആഫ്രിക്കൻ മണ്ണിര. അതായത് ഇതിനകത്തുള്ള സോളിഡ് വേസ്റ്റ് ഒക്കെ അവൻ ഭക്ഷിച്ച് അവന്റെ വിസർജ്യവും പച്ചക്കറിക്ക് വളമാണ്. നനക്കാനും നിൽക്കണ്ട, നമ്മൾ വളം ഇട്ട് കൊടുക്കണ്ട. പച്ചക്കറി അത് അങ്ങനെ ഒന്ന് മതി. പിന്നെ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളില്ല. ഇത് മെറ്റല് മാത്രം കഴുകിയിട്ടേക്കാം. ഇല്ല, ചെറിയ ചെറിയ കംപ്ലൈന്റ് എന്തെങ്കിലും വരാണെങ്കിൽ മറ്റേ മഞ്ഞക്കെണി, പിന്നെ പുളിച്ച കഞ്ഞിവെള്ളം. അല്ലാതെ വിഷം ഒരിക്കലും അടിക്കാൻ പറ്റില്ല. അടിച്ച റിട്ടേൺ കുളത്തിലേക്ക് വരും, മീനൊക്കെ ചെത്തു. നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് കൃഷിയാണെന്നുള്ള ഗ്യാരണ്ടി ഉണ്ട്. അത് കാരണം പുതിനക്കൊക്കെ നല്ല ഡിമാൻഡ് ഇവിടെ. കടക്കാർ വന്ന് 100-150 രൂപ എടുക്കും. പിന്നെ ഫ്ലാറ്റിൽ നിന്ന് വരുന്നവരുടെ അടുത്ത് ഞാൻ കാശ് വാങ്ങിക്കുന്ന ഒരു ബോക്സ് വെച്ചേക്കും. അപ്പൊ അവരൊരു പിടിയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പോയാൽ അവര് 10-50 രൂപ അതിനകത്ത് അവരെ കൂടി വിശ്വസിച്ച് അപ്പൊ അവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് പോവാ. ഇവിടെ വന്ന് ആളുകൾക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. നല്ലൊരു ജനസൗഹൃദമായിട്ട്. സാധാരണ കേരളത്തിൽ നമ്മൾ എന്തൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്താലും അതിന്റെ വിൽപ്പന വലിയ പ്രശ്നമാണ്. ഇടനിലക്കാരാണ് കാശ് കൊണ്ടുപോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. ഡയറക്റ്റ് വരാം, ഡയറക്റ്റ് വിൽക്കാം, ഒരു വിഷമമൊന്നുമില്ല. ചൂർണിക്കര പഞ്ചായത്തിൽ ഫൈസൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്വാപോണിക് മാതൃകയിലുള്ള മത്സ്യ കൃഷിയും പച്ചക്കറി കൃഷിയും ഇപ്പോൾ ഹരിത കേരളം മിഷനിൽ തന്നെ ഈ ഒരു മാതൃക വളരെ നല്ലതാണ് എന്ന ഒരു ചർച്ച അവിടെ അവതരിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഒരു ചെറിയ മോഡലും അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. നമുക്ക് മത്സ്യം വളർത്തുന്നതിന് വലിയ ഒരു സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. ഒരു പടുതക്കുളമാണ് ഫൈസൽ മത്സ്യം വളർത്തുന്നതിന് വേണ്ടി സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. അവിടെ 3 തട്ടിൽ മത്സ്യം വളർത്തുമ്പോൾ മത്സ്യത്തിൻ്റെ അളവ് കൂടുന്നു. താഴെയും നടുവിലും മുകളിലും ഉപരിതലത്തിലുമൊക്കെ ആയിട്ട് വളരുന്ന മത്സ്യങ്ങൾ എന്നുള്ള നിലയിൽ ആ മത്സ്യങ്ങളുടെ അളവ് തന്നെ ആ കുളത്തിൽ കൂടുതൽ ഉണ്ടാവുന്നു. ആ മത്സ്യം വളർത്തുന്ന പടുതക്കുളം മലിനപ്പെട്ടു പോകുന്നത് നല്ല വളമാണ് എന്ന തിരിച്ചറിവിൽ ആ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് ആ വെള്ളം പച്ചക്കറി കൃഷിയുടെ വളമായിട്ട് ഉപയോഗിച്ച്
അതിലൂടെ ഒഴുകി തിരിച്ച് വീണ്ടും പടുതക്കുളത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ ശുദ്ധീകരിച്ച ജലം വീണ്ടും മത്സ്യം വളരുന്നതിന് വേണ്ടി ലഭിക്കുകയും ചെയ്യാം. അപ്പോൾ ഒറ്റ അടിക്ക് തന്നെ രണ്ട് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ മത്സ്യം വളർത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ശുദ്ധജലം ലഭിക്കുന്നു, പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള മികച്ച വളം ഈ മത്സ്യത്തിൻ്റെ അവശിഷ്ടത്തിലൂടെ അങ്ങോട്ടും ലഭിക്കുന്നു. അപ്പോൾ രണ്ടും ഒരേപോലെ വളരുന്നതിന് കഴിയുന്നു. ഫൈസലെ, ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കുഞ്ഞുങ്ങളെ എവിടെ നിന്നാണ് കിട്ടുന്നത്? എന്ത് വിലയാവും? അത് MPDA വഴി എനിക്ക് ലൈസൻസ് തന്നിട്ടുണ്ട്. വിജയവാഡയിൽ നിന്ന് RGC എന്ന് പറഞ്ഞ ഹാച്ചറി ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഗിഫ്റ്റ് തിലാപ്പിയ RGC രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ഒരു ഹാച്ചറിയാണ്. അവിടെ നിന്നാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങൾ ഒറിജിനൽ ഗിഫ്റ്റിന് കിട്ടുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ ആ ഹാച്ചറിയിൽ മാത്രം ശരിക്കുള്ള ഗിഫ്റ്റ് കിട്ടുള്ളൂ. പുറത്തെ ഏജൻസികൾ നമ്മൾ ഗിഫ്റ്റ് തിലാപ്പിയ തരാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗിഫ്റ്റ് ആയിരിക്കില്ല. ഇവരുടെ മാത്രമാണ് ഒറിജിനൽ കിട്ടുന്ന കാരണം നമുക്കത് വിശ്വസിച്ച് കൊണ്ടുവന്നിടാം. കറക്റ്റ് എണ്ണം ഉണ്ടാവും, നല്ല വളർച്ച നിരക്ക് കാണിക്കുന്ന മീനുമാണ്. അപ്പൊ അവിടെ നിന്നുള്ള ഈ ഗിഫ്റ്റിന്റെ കുഞ്ഞുങ്ങളെ എടുത്താല് ഫൈസല ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുവോ? ഞാനിപ്പോ ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു 16 സൈറ്റോളം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ട് അവർക്ക് താല്പര്യപ്പെടുന്ന മീനുകളാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാവർക്കും ഗിഫ്റ്റ് ആവശ്യമില്ല. ഗിഫ്റ്റ് മെയിനായിട്ട് എൻ്റെ ഫാമിലേക്ക് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം അത് പുറത്ത് കൊടുക്കുന്നതിന് കുറെ നിബന്ധനകൾ. കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കും. നമ്മുടെ ഇതനുസരിച്ച് എത്തിച്ചു കൊടുക്കും. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോൾ എന്ത് റേറ്റിൽ കൊടുക്കും? ഗിഫ്റ്റ് തിലോപ്പിയുടെ കാര്യം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. തിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ എന്ത് റേറ്റിൽ കൊടുക്കാൻ പറ്റും? ഗിഫ്റ്റ് തിലാപ്പിയ അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല. അത് എൻ്റെ ഫാമിലേക്ക് മാത്രമായിട്ടാണ് ഞാൻ ഇറക്കുന്നത്. അത് കൊടുക്കുന്നതിന് കുറെ നിബന്ധനകളുണ്ട്. ബാക്കിയുള്ളത് ഇപ്പൊ നെട്ടർ, അനാബസ്, രോഹു, കട്ട്ല അങ്ങനെയെല്ലാം ഒരേ വളർച്ചയുടെ കാലാവധി അനുസരിച്ചാണ് മീൻ വില വരുന്നത്. 1 മാസം പ്രായം ഇതാണെങ്കിൽ നെട്ടറൊക്കെ ആണെങ്കിൽ 3 രൂപ 4 രൂപ കൊടുക്കും. അപ്പോൾ തീരെ പൊടി കുഞ്ഞൊക്കെ ആണെങ്കിലാണ് നമ്മൾ 2 രൂപ 1 രൂപ ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ നട്ടറിനൊന്നും വേറെ ട്രീറ്റ്മെന്റ് ഒന്നും നടത്തിയ കുഞ്ഞുങ്ങളല്ല. ഇല്ല, നട്ടർ നമ്മൾ ഇറക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിന് ആവശ്യമുള്ള മെഡിസിനും പ്രോട്ടീന്റെ കണ്ടന്റ് ഉള്ള തീറ്റയും കൊടുത്ത് 1 മാസം കാലാവധി ആക്കിയതിന് ശേഷം ഞാൻ അധികം വിൽപ്പന നടത്താറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത് പേരുദോഷം വരും. അങ്ങനെ 1 മാസം ഇവിടെ സൂക്ഷിച്ചിട്ട് കൊടുക്കുമ്പോൾ എന്ത് വിലക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ നട്ടറൊക്കെ 1 മാസം പ്രായം ഇതാണെങ്കിൽ നമുക്ക് 5 രൂപ കൊടുക്കാൻ പറ്റും. 5 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ ഈ പറയുന്ന രോഹു, കട്ട്ലയൊക്കെ പറഞ്ഞാൽ അത് ഏതാണ്ട് സെയിം റേറ്റ് ഒക്കെ തന്നെ കൊടുക്കാം. അപ്പൊ കൊണ്ടുപോകുന്നവർക്ക് 1 മാസത്തെ കാലാവധി അവർക്ക് ലാഭമാണ്. അവരെ കറണ്ട് അതിന്റെ ആ പ്രാഥമിക എന്നല്ല അതിന്റെ ആ ആദ്യ കാലഘട്ടത്തിലെ ശുശ്രൂഷയൊക്കെ കിട്ടിയതിന് ശേഷം അപ്പൊ ഒരെണ്ണം പോലും ചാവാൻ സാധ്യതയില്ല. ഇതിന് വല്ല ഇൻസെമിനേഷൻ വല്ലതുണ്ടോ? ഇല്ല, കോഴിക്കൊക്കെ അങ്ങനെ. ഇതിന്റെ തീറ്റ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കൊടുക്കുന്നത്? തീറ്റ നമ്മള് തീരെ പൊടി കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ ഒരു തീറ്റയാണ്. അത് 40% പ്രോട്ടീന്റെ കണ്ടന്റ് ഉള്ള തീറ്റയാണ്. 40% പ്രോട്ടീൻ ഉള്ളത്. അത് നമ്മൾ 1 മാസം വരെ കൊടുത്താൽ അത്രയും നല്ലത്. ഗ്രോവൽ ഉണ്ട്, ഗോദ്രേജ് ഉണ്ട്. ഈ 2 കമ്പനിയിൽ ഏതെങ്കിലാണ് മാറി തിരിഞ്ഞ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ആദ്യത്തെ ഘട്ടത്തെ തീറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.8 എന്ന് പറഞ്ഞ ഒരു തീറ്റയാണ്. അത് ഇത്തിരി കൂടി വലിപ്പം കൂടിയത്. അങ്ങനെ ഓരോ ഘട്ടം വരുമ്പോൾ ഓരോ തീറ്റയുടെ വലിപ്പം വ്യത്യാസം വരും. അപ്പോൾ അവസാനമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന 4mm ആണ്. അത് 40 കിലോ ഉള്ള ഒരു ചാക്കിന് 1350 രൂപയാണ് വില. അത് എത്ര ശതമാനം പ്രോട്ടീൻ ഉള്ളത്? അതിന് 20% ഉണ്ടാവും. 20%. ഇതിന് വളർച്ച കൂടുന്നതനുസരിച്ച്. പിന്നെ ഈ റെഡിമെയ്ഡ് തീറ്റ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഈ മുരിങ്ങ ഇല, ചേമ്പിന്റെ ഇല, പയറിന്റെ ഇല, പിന്നെ നമ്മളുടെ വീട്ടിൽ ബാലൻസ് വരുന്ന ചോറ്, നമ്മൾ കഴിക്കുന്ന എന്തും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ മറ്റേ തീറ്റക്ക് പോകുന്ന പൈസ ലാഭിക്കാൻ പറ്റും. എല്ലാം തിന്നോളും. എന്തല്ല നമ്മൾ കഴിക്കുന്ന എന്ത് സാധനം കൊടുത്താലും. പിന്നെ കോഴി വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാറില്ല. കാരണം വെള്ളം ചീത്തയാവും. മണം വരും. അതെ, ആളുകൾക്ക് അറിയാനും പറ്റും. നമ്മൾ അങ്ങനെ ഒരു ലാഭം നോക്കി ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ഇലവർഗ്ഗങ്ങൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം മീനൊരു പ്രതിരോധ ശക്തി കിട്ടും. ഒരു വളർച്ചാ ലെവലിലും വ്യത്യാസം കാണിക്കണം.
ശ്രീമാൻ PA ഫൈസലിൻ്റെയും ഭാര്യയുടെയും അക്വാപോണിക്സ് കൃഷിരീതി ഉപയോഗിച്ചുകൊണ്ടുള്ള തോട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ തുടർ ദൃശ്യങ്ങൾ അടുത്ത ആഴ്ചയിലും കാണാം. ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൃഷി സംബന്ധമായ സംശയങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതം പരിപാടിയുടെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.